കൊളംബിയയിൽ സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ക്രൈസ്തവ ദേവാലയം തകർന്നു. ആക്രമണത്തിൽ 13 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. 3 വയസ്സുകാരി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഒരു ക്രൈസ്തവ ദേവാലയവും സാധാരണക്കാരുടെ വീടുകളുമാണ് ആക്രമണത്തിൽ തകർന്നത്. സംഭവത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു. കൊളംബിയയിലെ നോർത്തെ ദ സെന്റർഡ പ്രവിശ്യയിലെ ടിബു മുനിസിപ്പാലിറ്റിയിലെ കിലോമീറ്റർ 25 എന്ന ഗ്രാമപ്രദേശത്താണ് ആക്രമണം നടന്നത്. ജൂൺ 18 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കൊളംബിയയിൽ മുൻപ് സൈനികരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ള നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു ബാലൻ കൊല്ലപ്പെട്ടതോടെയാണ് സംഭവം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. ആരാധനയ്ക്കായി എത്തിയവരെയും സാധാരണ ജനങ്ങളെയും ബാധിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഉയരുകയാണ്. കൊളംബിയയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സായുധ സംഘർഷങ്ങളുടെ പുതിയ രൂപമായാണ് ഡ്രോൺ ആക്രമണത്തെ സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഡ്രോൺ പോലുള്ള ആയുധ സാങ്കേതിക വിദ്യകൾ സാധാരണ ജനവാസ മേഖലയിൽ ഉപയോഗിക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും സമാധാനം ഉറപ്പാക്കാനും അടിയന്തര നടപടികൾ വേണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും അന്താരാഷ്ട്ര സംഘടനകളും ആവശ്യപ്പെട്ടു.